എല്ലാവർക്കും നമസ്കാരം. 1971 ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതി മാസികയിലെ ഗഹനമായ ദാർശനിക സാഹിത്യത്തിന്റെ ഈ വിശകലനത്തിലേക്ക് നിങ്ങളെ ഞാൻ വളരെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നോക്കൂ, ഇതൊരു വെറും വായനയല്ല കേട്ടോ, മറിച്ച് കാലാതീതമായ ചില അറിവുകളിലേക്കുള്ള ഒരു കിടിലൻ യാത്രയാണിത്. ഇരുട്ടിൽ തെളിയുന്ന ഒരു ദീപം പോലെ നമ്മുടെയൊക്കെ ഉള്ളിലെ അറിവിന്റെ വെളിച്ചമുണർത്താൻ ഈ പഠനം തീർച്ചയായും നമ്മെ സഹായിക്കും. അപ്പോ ഇന്ന് നാം പ്രധാനമായും 6 വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഉണർവിന്റെ വെളിച്ചം, കാലത്തിനൊത്ത മാറ്റം, ആന്തരിക സമാധാനം, ആത്മാവിന്റെ അനശ്വരയാത്ര, ശാസ്ത്രവും പ്രകൃതിയും, ഒപ്പം യുഗനിർമ്മാണ പ്രസ്ഥാനവും. 20-ലധികം ലേഖനങ്ങളിലൂടെയുള്ള വളരെ ചിട്ടയായൊരു യാത്രയാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഒന്നാമത്തെ വിഭാഗം, ഉണർവിന്റെ വെളിച്ചം അഥവാ ഉള്ളിലെ അഗ്നി ജ്വലിപ്പിക്കുക. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആധുനിക ജീവിതത്തിന്റെ ഈ തിരക്കുകൾക്കിടയിൽ ആത്മീയതയെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല എന്ന് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നാം ആദ്യം നോക്കുന്നത്. ഇവിടെ പറയുന്നത് നോക്കൂ, അധ്യാത്മ കി ഉപേക്ഷ നഹീം കി ജാ സക്തി, അതായത് ആത്മീയതയെ അവഗണിക്കാനാവില്ല എന്ന്. വളരെ ലളിതമായ ഈയൊറ്റ പ്രസ്താവനയാണ് സത്യത്തിൽ ഈ മാസികയുടെ മുഴുവൻ ആശയങ്ങൾക്കും അടിത്തറവാകുന്നത് തന്നെ. യഥാർത്ഥ പുരോഗതി തുടങ്ങേണ്ടത് പുറത്തുനിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചുതരുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം ശ്രദ്ധിക്കുക, കാലത്തിനൊത്ത മാറ്റം. ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നാം എങ്ങനെ മുന്നോട്ടു പോകും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് സാഹചര്യങ്ങളുമായി നാം എങ്ങനെ പൊരുത്തപ്പെടണം എന്നതിന്റെ പ്രാധാന്യം മാസിക കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ജമാനെ കെ സാത്ത് ബദലിയേ, അഥവാ കാലത്തിനൊത്ത് മാറുക. ഇതൊരു വളരെ ശക്തമായ ആഹ്വാനമാണ് കേട്ടോ. ഒരു നദി എപ്പോഴും മുന്നോട്ടൊഴുകുന്നതുപോലെ നമ്മുടെ ചിന്താഗതികളെയും മാറുന്ന കാലത്തിനനുസരിച്ച് വികസിപ്പിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ കാലത്തിനൊത്തു മാറണമെങ്കിൽ ഈ അന്ധമായ ആധുനികവൽക്കരണത്തിന് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ തനതായ സ്വഭാവത്തെയും അടിസ്ഥാന മൂല്യങ്ങളെയും നാം എങ്ങനെ സംരക്ഷിക്കും? വലിയൊരു ചോദ്യമാണല്ലേ? അതിനുള്ള ഉത്തരം ഇതാണ്: ചരിത്ര രക്ഷാകേലിയെ ബലിദാൻ, അതായത് സ്വഭാവം സംരക്ഷിക്കാനുള്ള ത്യാഗം. മാറ്റങ്ങൾ തീർച്ചയായും അനിവാര്യമാണ്, എന്നാൽ കൊടുങ്കാറ്റിലും കുലുങ്ങാതെ നിൽക്കുന്ന ഒരു കൽത്തൂൺ പോലെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാന സ്വഭാവം. സ്വന്തം ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്താൻ ഏതറ്റം വരെയും ത്യാഗം ചെയ്യേണ്ടതിന്റെ അനിവാര്യത ഈ ലേഖനം വളരെ മനോഹരമായി വരച്ചുകാട്ടുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം, ആന്തരിക സമാധാനവും സന്തോഷവും. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ, പുറത്തുള്ള മാറ്റങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ഉള്ളിലെ സമാധാനത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് ഇത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു എന്നതാണ്. ഈ ലക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രായോഗികമായ ചില വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ണോടിക്കാം. സമൃദ്ധിക്കുള്ള സൂത്രവാക്യം, സന്തോഷത്തിലേക്കുള്ള രാജപാത, പിന്നെ ആന്തരിക സമാധാനത്തിന് നിർലിപ്തത. നമ്മുടെ ദൈനംദിന പ്രശ്നങ്ങളെ നേരിടാനുള്ള വളരെ എളുപ്പത്തിലുള്ള പ്രായോഗികമായ മാർഗങ്ങളാണ് ഈ പുസ്തകങ്ങൾ നമുക്കു മുന്നിൽ തുറന്നിടുന്നത്. ഇതിലെ വളരെ അർത്ഥവത്തായ ഒരു വരി ശ്രദ്ധിക്കുക: പ്രാണി ജഗത് കി അമൃത് പ്യാസ് പ്രേം. ജീവജാലങ്ങളുടെ അമൃതതൃഷ്ണ അത് സ്നേഹമാണ് എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളെയും യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുന്നത് സ്നേഹം എന്ന ആ സാർവത്രികമായ ദാഹമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. സ്നേഹം തന്നെയാണ് ആത്യന്തികമായ അമൃതം. നാലാം വിഭാഗം, ആത്മാവിന്റെ അനശ്വരയാത്ര. ദാർശനിക ആശയങ്ങളുടെ കൂടുതൽ ആഴങ്ങളിലേക്കും നമ്മുടെ അസ്തിത്വപരമായ ചില വലിയ ചോദ്യങ്ങളിലേക്കും ഇത് നമ്മെ കൊണ്ടുപോകുകയാണ്. മരണം ശരിക്കും അവസാനമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള, ഒരു പക്ഷേ ഭയന്നിട്ടുള്ള ഒന്നാണിതല്ലേ? എന്നാൽ ഇതിന് ഈ സാഹിത്യം നൽകുന്ന ഉത്തരം നമ്മെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 2 ആശയങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, മൃത്യു ജീവൻ ക അന്ത നഹീം, അഥവാ മരണം ജീവിതത്തിന്റെ അവസാനമല്ല. 2, മൃത്യു സെ ഡർനെ ക കോയി കാരൺ നഹീം, അതായത് മരണത്തെ ഭയപ്പെടാൻ ഒരു കാരണവുമില്ല എന്ന്. ആത്മാവ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ മരണഭയം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നു. നമ്മുടെ ആത്മീയമായ പുരോഗതിയോ പതനമോ നാം തന്നെ സ്വയം തീരുമാനിക്കുന്നതാണ് കേട്ടോ. കർമ്മം, പരിണാമം അല്ലെങ്കിൽ പതനം. നമ്മുടെ സ്വന്തം കർമ്മങ്ങളും തെരഞ്ഞെടുപ്പുകളുമാണ് ആത്മാവിന്റെ വികാസത്തെയോ അധപതനത്തെയോ രൂപപ്പെടുത്തുന്ന ആ തുടർച്ചയായ പ്രക്രിയ എന്ന് ഇതിൽ കൃത്യമായി പറയുന്നു.
ആത്മാവിന്റെ പരിണാമത്തിനുള്ള ആത്യന്തികമായ പരിഹാരം ഈയൊരു വാചകത്തിലുണ്ട്. സാരാ ജീവൻ ഹി സാധന ബനേം. അതായത്, നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആത്മീയ സാധനയാകട്ടെ എന്ന്. നമ്മുടെ ഓരോ സാധാരണ പ്രവൃത്തികളെയും ഈശ്വരനുള്ള ഒരു സമർപ്പണമാക്കി മാറ്റാൻ ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ വിഭാഗം: ശാസ്ത്രം, പ്രകൃതി, സമൂഹം. ഇനി നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വിപുലമാക്കാം. പ്രകൃതിയും ആധുനിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ചർച്ചകളാണ് ഇനി വരുന്നത്. ഭൗതിക പുരോഗതിയുടെ ദൃശ്യലോകവും 2000 ആണ്ടോടെയുള്ള ആത്മീയ ഊർജ്ജങ്ങളുടെ അദൃശ്യലോകവും. ദൃശ്യ ഔർ അദൃശ്യ ദുനിയ സൻ 2000 തക്കെ എന്ന ഈ ലേഖനം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഭൗതികവും ആത്മീയവുമായ ശക്തികൾ തമ്മിലുള്ള ലയനം ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്നതിൽ കൃത്യമായി പ്രവചിച്ചിരിക്കുന്നു. ഒന്നോർത്തു നോക്കൂ, 2000 ആണ്ടിനെക്കുറിച്ചുള്ള ഈ പ്രവചനം എഴുതപ്പെട്ടത് 1971-ലാണ്. ഇവിടത്തെ നിർണായകമായ കാര്യം ഇതാണ്: നശിപ്പിക്കുന്ന അണുവികിരണങ്ങളും സംരക്ഷിക്കുന്ന ഗോമാതാവും, പ്രകൃതിയിൽ നിന്ന് നാം പഠിക്കേണ്ട സുരക്ഷയും. ആധുനിക അണുവികിരണങ്ങളുടെ ദോഷഫലങ്ങളെ മറികടക്കാൻ പ്രകൃതിയുടെയും നമ്മുടെ പാരമ്പര്യത്തിന്റെയും രോഗശാന്തിശേഷിയിലേക്ക് തിരികെ മടങ്ങുകയാണ് ആത്യന്തിക പരിഹാരമെന്ന് ഇതിൽ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. യതോ ധർമ്മസ്തതോ ജയഃ. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. സമൂഹത്തിലും ശാസ്ത്രത്തിലും ഇനി എത്ര വലിയ മാറ്റങ്ങളുണ്ടായാലും ഈ ഒരു കാലാതീതമായ സത്യം എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. ഇതിലൊരു സംശയവുമില്ല. ആറാമത്തെയും അവസാനത്തെയും വിഭാഗം: യുഗനിർമ്മാണ പ്രസ്ഥാനം. ഈ ലേഖനങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ലക്ഷ്യമാണിത്. ഭൂഗോളത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു ആഗോള ആത്മീയ ഉണർവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നാം ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും കേവലം തിയറികൾ മാത്രമല്ല കേട്ടോ. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ അന്തസ്സ് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ശാന്തികുഞ്ച് എന്ന പ്രസ്ഥാനത്തിന്റെ വളരെ ബൃഹത്തായ ഒരു പ്രായോഗിക രൂപരേഖയാണിത്. ഈ സാഹിത്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈയൊരു വലിയ ലക്ഷ്യമാണ്. സത്യപദ് തുംകോ ബുലാതാ ഹേ. സത്യത്തിന്റെ പാത നിങ്ങളെ വിളിക്കുന്നു. ഈ സാഹിത്യം നിങ്ങൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ വ്യക്തിപരമായ ഒരു ക്ഷണമാണിത്. ഈയൊരു പ്രകാശം നിങ്ങളിലേക്കും എത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇതിനർത്ഥം. അപ്പോ അവസാനമായി വളരെ ചിന്തോദ്ദീപകമായ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വിശകലനം അവസാനിപ്പിക്കുകയാണ്. ഈ ഗഹനമായ ആശയങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ചിന്താവിപ്ലവത്തിന്റെ ആ ദീപശിഖ തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും ഈ പുസ്തകങ്ങൾ വായിക്കാനും നിങ്ങളുടെ സ്വന്തം പരിവർത്തനം ആരംഭിക്കാനും ഇത് നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി.